ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ ജീവിതം ഉല്ലാസം, നിന്റെ മക്കളുടെ മക്കൾ 1000 തലമുറ ഉല്ലാസം. ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ ആയുസ് നീളും. ആമേൻ. ഒരു കവചം നിന്റെ പ്രാണന ചുറ്റും സ്വർഗത്തിലെ ദൈവം ഒരു കവചം വച്ച് നിന്നെ സംരക്ഷിക്കും. 6ാമത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് മീഖാ പ്രവചനം 5-ാം അധ്യായം 9-ാം വചനത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന് ദൈവം ഒരുക്കി വെച്ച 6ാമത്തെ ഉപകാരം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിന്റെ കൈ നിന്റെ ശത്രുവിന് മേലെ ആയിരിക്കും. ആമേൻ. അവൻ എന്നെ കണ്ട് കാറുതുപ്പി, അവൻ എന്നെ കണ്ട് പരിഹസിച്ചു, അവൻ എനിക്കെതിരായി ഊമക്കത്തെഴുതി, അവൻ എനിക്കെതിരായി പോലീസ് കേസ് കൊടുത്ത്, നീ അവനെ ഭയപ്പെടുന്നത് എന്ത്? നീ എൻ്റെ ദൈവത്തെ ഭയപ്പെടുക. ഭയപ്പെട്ടാൽ മീഖാ പ്രവാചകൻ മുഖാന്തരം സ്വർഗം അരുളി ചെയ്യുന്നു, നിന്റെ കൈ അവൻ്റെ തലയ്ക്ക് മേലാകും. മാത്രമോ അത് തുടർന്നുള്ള വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ മക്കൾക്ക് ദൈവം ശരണം നൽകും. ആമേൻ. മീഖാ പ്രവചനം 5-ാം അധ്യായം 9-ാം വചനത്തിൽ നീ ദൈവത്തെ ഭയപ്പെട്ടാൽ ശത്രുവിന്റെ തലയ്ക്ക് മുകളിൽ നിന്റെ കൈ അധികാരം. അടുത്ത വചനം നമ്മെ പഠിപ്പിക്കുന്ന നിന്റെ ശത്രുക്കൾ ദൈവത്താൽ ഛേദിക്കപ്പെടും. ആമേൻ. ഇത് പോരെ വേറെ ഇനി എന്ത് വേണം? ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കിങ് ആസ എന്നുള്ള രാജാവിൻ്റെ ജീവചരിത്രം വായിച്ച് ഞാൻ അമ്പരന്ന് പോയി. ആസ എന്നുള്ള ഭക്തൻ രാജാവിൻ്റെ അപ്പുപ്പൻ ഒട്ടും ദൈവഭയമില്ലാത്തവൻ. പേര് റഹബിയോം. സാലമന്റെ മകൻ, ദുഷ്ടമനുഷ്യൻ, ദൈവഭയമില്ലാത്തവൻ. റഹബിയോം ആസാവിൻ്റെ അപ്പുപ്പൻ, ഗ്രാൻഡ് ഫാദർ. ആസാ രാജാവിൻ്റെ അപ്പുപ്പന് ദൈവഭയമില്ല. ആസാ രാജാവിൻ്റെ അപ്പൻ അബിജാം, അവനും ഒട്ടും ദൈവഭയമില്ലാത്തവൻ. അമ്മയോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 2 ദിനവൃത്താന്തം 15-16 ആസാ രാജാവിൻ്റെ അമ്മയ്ക്കും ഒട്ടും ദൈവഭയമില്ല. അപ്പന് ദൈവഭയമില്ല, അപ്പന് ദൈവഭയമില്ല. അമ്മ വിഗ്രഹം ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കി മടിയിൽ ചെരുകി ആരാധിക്കുന്നവൾ, അവൾക്ക് ദൈവമയമില്ല. പക്ഷെ ആസാ രാജാവോ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. സന്തോഷമില്ല. കൈകളെ തട്ടി ആമേൻ, ഹല്ലേലൂയ. ശത്രു ആശാവിനെ മടക്കി യുദ്ധം ചെയ്ത് തകർക്കുവാൻ തിരിച്ചു വന്നപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 8, 9, 10, 11 വചനങ്ങളിലെ ശത്രുവിനോടൊപ്പം 10 ലക്ഷം ആളുകൾ, 10 ലക്ഷം ആളുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന. ദൈവത്തെ ഭയപ്പെടുന്ന ആസാവിനോടൊപ്പമോ 1/3 3 ലക്ഷം ആളുകൾ മാത്രം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന 2 ദിനവൃത്താന്തം 14-11 അവൻ ദൈവമുഖം നോക്കി അവൻ നിലവിളിക്കുന്നു. ബലവാനും ബലഹീനനും കാര്യമുണ്ടായാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, സഹായിപ്പാൻ ദൈവമേ നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല.
ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗം തുറന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 14:4 ഇവന്റെ നിലവിളിക്ക് സ്വർഗം മറുപടി നൽകി. ദൈവ ഭയം ശത്രുവിന്റെ താവളത്തിൽ വീണ് അവന് പരാജയം ഉറപ്പായി. ആശാ യുദ്ധത്തിൽ ജയിച്ച് വാരി കെട്ടിക്കൊണ്ട് അധ്യായം അങ്ങനെ അവസാനിക്കുന്നു. അവൻ ജെറുസലേമിൽ എത്തിച്ചേർന്ന്. ആമേൻ, ഹല്ലേലൂയ. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ കൈ ശത്രുവിൻ്റെ മുകളിൽ. ശത്രു നിൻ നിമിത്തം ഛേദിക്കപ്പെടും നിശ്ചയം. ആമേൻ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലാ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലാ. നായകനായി ദിനാൽ ജയം ജയം നിശ്ചയം. അടുത്ത് ദൈവ ഭയം നമുക്ക് നൽകുന്ന ഉപകാരം. സങ്കീർത്തനം ബൈബിളെടുക്കാം. സങ്കീർത്തനം 25:14 യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് അഥവാ തന്നെ ഭയപ്പെടുന്നവർക്ക് ഉണ്ടാകും. ആരാണ് ദൈവം? നിന്നെയും എന്നെയും പോലെ ഒരു മനുഷ്യനല്ല. ചിന്ത മാറ്റണം. മോശെ ഉച്ചരിച്ച ഒരു പദം, എൻ്റെ ദൈവം ഭയങ്കരൻ. ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഒരു തുണ്ട് കല്ലല്ല ദൈവം. അവനിൽ ജീവൻ ഉണ്ട്. ദൈവത്തിലുള്ള ഒരു മഹാ സവിശേഷത ഭയങ്കരത്വം. 1 തിമോത്തിയോസ് 6:16 മനുഷ്യർ ആരും അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം. യു cannot approach God. ക്രിസ്തു അല്ലാതെ വേറെ ഒരു വീരനെ കൊണ്ടും ദൈവത്തോട് നമ്മെ അടുപ്പിക്കുവാൻ കഴിയുകയേയില്ല. യോഹന്നാൻ 14:6 താൻ മുഖാന്തരമല്ലാതെ ഒരുവനും യഹോവയോട് അടുത്തു വരുന്നില്ല, ദൈവസന്നിധിയിൽ വരുന്നില്ല. ക്രിസ്തു ഒഴികെ അല്ലാതെ. ക്രിസ്തുവിൽ കൂടി ഭയങ്കരനായ ദൈവം നമുക്കടുത്തു വരുന്നു. കൈകളെ തട്ടി. പുറപ്പാട് പുസ്തകം 19 12 പുറപ്പാട് പുസ്തകം 19 23 സീനായി പർവ്വതത്തിൽ വാസം ചെയ്യുന്ന യഹോവ ദൈവം കൽപ്പിക്കുന്നു, ഞാൻ പാർക്കുന്ന പർവ്വതത്തിൻ അടിവാരം അതിരിടുക, കടന്നു വരുന്ന ഏത് മനുഷ്യനും മരിച്ചു വീഴും. ഞാൻ ഭയങ്കരൻ. പുറപ്പാട് പുസ്തകം 24 ആദ്യ 2 വചനങ്ങളിൽ മഹാപുരോഹിതനോട് പോലും കൽപ്പിക്കാൻ നീ അകന്നു നിൽക്കണം. മോശയ്ക്ക് മാത്രം എൻ്റെ അടുത്ത് വരാം. ആ അവസ്ഥ, ആ സിറ്റുവേഷൻ നീയും ഞാനും ഈ ദൈവത്തെ ഭയപ്പെട്ടാൽ തലകീഴാ മാറ്റും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവന് സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ദൈവം ഒരു സഖി, ഫ്രണ്ട്, ഒരു ഫ്രണ്ട്. 2 ദിനവൃത്താന്തം 20:7
ഐശ 41:8, യാക്കോബ് ലേഖനം 2:23. ആബ്രഹാമിനെ കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നു, ആബ്രഹാം എൻ്റെ സ്നേഹിതൻ. പുറപ്പാട് 33:11. മോശെ എൻ്റെ സ്നേഹിതൻ. അതേ സ്റ്റാൻഡേർഡിൽ ദൈവ പൈതലേ, നീ ദൈവത്തെ ഭയപ്പെടുന്ന ആളായാൽ ദൈവം നിന്റെ സ്നേഹിതനായി മാറും. തുറക്കണം, ദൈവത്തെ സ്തുതിക്കണം. എങ്ങനെ ഭയപ്പെടുക? ഈ ദൈവത്തെ എങ്ങനെ ഭയപ്പെടുക? വേദപുസ്തകം ഒരു പ്രമാണം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മന്ത്രം. സങ്കീർത്തനം 39:5 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, എൻ്റെ ആയുസ്, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ് ദൈവം മുമ്പായി ഏതുമില്ല. ആമേൻ. ക്ഷണികം, ക്ഷണികം, അല്പം, അരിഷ്ടത. എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഭയങ്കരനായ ദൈവത്തിൻ്റെ മുമ്പായി എൻ്റെ ആയുസ്, സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ഏതുമില്ല. ഏതൊരു മനുഷ്യനും ഏതൊരു ബലവാനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. പൗലോസിൻ്റെ ഭാഷയിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് മൺപുര, എപ്പോൾ വേണമെങ്കിലും പൊട്ടും. മൺപുര. 2 കൊരിന്ത്യർ 4:7. മൺപുര. പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് കൂടാരം, എപ്പോൾ വേണമെങ്കിലും അഴിഞ്ഞു വീഴും. കൂടാരം. 2 പത്രോസ് 1:13. യാക്കോബ് ലേഖകന്റെ ഭാഷയിൽ, യാക്കോബ് ലേഖനം 4:14 യാക്കോബ് എഴുതുന്നു, ഇത് എൻ്റെ ആയുസ് ഒരു ആവിയല്ലോ, എപ്പോൾ വേണമെങ്കിലും പറന്നു പോകും. ഒരു ആവി, ഒരു മൺപുര, ഒരു കൂടാരം. യോബ് എഴുതുന്ന, യോബ് 7:6 ഒരു എൻ്റെ ആയുസ് നെയ്ത്ത് ഓടം. കണ്ടിട്ടുണ്ടോ? നെയ്ത്ത് ഓടം ഇങ്ങനെ അടിക്കുമ്പോൾ കണ്ണിനെ വെട്ടിക്കൊണ്ട് നെയ്ത്തിൻ്റെ ഓടം ഇങ്ങോട്ട് ഓടും, ഇങ്ങോട്ടടിക്കുമ്പോൾ കണ്ണിനെ വെട്ടിക്കൊണ്ട് നെയ്ത്ത് ഓടം ഇങ്ങോട്ട് ഓടും. വേഗം പറന്നു പോകുന്ന ആയുസ് നെയ്ത്തോടം, വീവേഴ്സ് ഷട്ടിൽ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതുന്നു, എൻ്റെ ആയുസ് ഒരു കൃമിയുടെ ആയുസ്. കിങ് രാജ എഴുതുന്നു, I am a worm, I am not a man. ഞാൻ മനുഷ്യനല്ല, ദൈവം മുമ്പായി ഒരു കൃമി. സ്വഭാവം മാറണം, നമ്മുടെ സ്വഭാവം മാറണം. രാജ കിങ് എഴുതുന്നു, I am not a man before God, I am a worm. ഞാനൊരു കൃമി. അതേ സ്ഥാനത്ത് ആബ്രഹാം ദൈവസന്നിധിയിൽ ഭക്ഷപിച്ച്, ദൈവസന്നിധിയിൽ കണ്ണീരോട് പറയുന്നു. ഉൽപ്പത്തി 18:27 I am dust, ഞാൻ ഒരു പിടി പൊടി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ദൈവം മുമ്പായി വെറും ഒരു പിടി പൊടി മാത്രം. ആ ആബ്രഹാമിന് ദൈവം മറ്റാർക്കും കാണിച്ചു കൊടുക്കാത്ത രഹസ്യം, ഞാൻ ചെയ്യുവാൻ ഇരിക്കുന്നത് ആബ്രഹാം നിന്നോട് മറയ്ക്കുമോ? ദൈവം അവന് മാത്രം വെളിപ്പെടുത്തി കൊടുത്തു. 7ാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, ഇത് നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം പ്രിയമുള്ളവരെ. ഉൽപ്പത്തി പുസ്തകം 31:42 വചനത്തിൽ
ദൈവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇസഹാക്കിൻ്റെ ഭയവുമായ ദൈവം. ഒന്ന് പറയാമോ വാ തുറന്ന്? ഇസഹാക്കിൻ്റെ പോരാ, ഇസഹാക്കിൻ്റെ പോരാ, ഇസഹാക്കിൻ്റെ ഭയവുമായ ദൈവം. ആ ഇസഹാക്കിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പേരെഴുതണം. നമ്മുടെ പേര് സുന്ദർ സിംഗിൻ്റെ ഭയവുമായ ദൈവം. നിങ്ങൾ നിങ്ങളുടെ പേരെഴുതി 1000 പ്രാവശ്യം പറയണം, എൻ്റെ ഭയവുമായ ദൈവം. നിന്റെയും എൻ്റെയും ഭയം ദൈവത്തിൽ മാത്രമായാൽ, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 1 മുതൽ താഴെ ഉള്ള വചനം, ഭയങ്കര വചനം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 26-2-ാം വചനത്തിലെ ഇസഹാക്കിനോട് ദൈവം തമ്പുരാൻ അരുളിച്ചെയ്യുന്ന, നീ ഈജിപ്തിലേക്ക് പോകരുത്, നീ 26-ാമത്തെ 1-ാം വചനത്തിൽ ഈ ദേശത്ത് പാർക്കുക. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ആ കൽപ്പന അനുസരിച്ച് ഇസഹാക്ക് മിസ്രൈമിലേക്ക് പോകാതെ ദൈവം അരുളി ചെയ്ത ഗെറാർ എന്നുള്ള ദേശത്ത് പാർത്ത്, ഗെറാർ ദേശമോ പുഷ്ടിയുള്ള ദേശമല്ല, അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്ഷാമം നിറഞ്ഞ ദേശമാണ്. ആഹാരത്തിന് ഒരാൾ മറ്റാളിനെ പിടിച്ച് തിന്നുന്ന കാലത്ത് ഇസഹാക്കിനോട് പറയുന്ന ദൈവം, നീ ഇവിടെ പാർക്കണം, നീ പുഷ്ടി അന്വേഷിച്ച് വേറെ എവിടെയും പോകരുത്, ഈ ക്ഷാമദേശത്ത് നീ പാർക്കണം, കാരണം നീ എന്നെ ഭയപ്പെടുന്നാൾ. മറ്റാളുകൾ തമ്മിൽ പിടിച്ച് മനുഷ്യന്റെ മാംസം തിന്നുമ്പോൾ നിന്നെ മാത്രം ദൈവമായ ഞാൻ, നീ ഭയപ്പെടുന്ന ദൈവമായ ഞാൻ, മകനെ പുഷ്ടിക്കൊണ്ട് നിന്നെ മാത്രം അനുഗ്രഹിക്കും. ദൈവത്തെ ഭയപ്പെട്ടാൽ നിനക്ക് ബുദ്ധിമുട്ടല്ല വരുന്നത്, പുഷ്ടിയാണ് വരുന്നത്. മറ്റാളുകൾ ക്ഷാമം കൊണ്ട് വലഞ്ഞപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവൻ ക്ഷാമത്തിൻ്റെ ദേശം തിരഞ്ഞെടുത്ത് അവിടെ പാർത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ മാത്രം അനുഗ്രഹിച്ച് വിത്ത് വിതച്ചതെല്ലാം 100 മേനിയായി മടക്കി കൊടുത്ത് അവൻ വർദ്ധിച്ച് 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 വലിയ ധനവാനായി തീർന്ന് ഒരു വലിയ സ്തോത്രത്തോട് ഈ വചനം സ്വീകരിച്ചാട്ടെ. വലിയ സ്തോത്രത്തോട് നിന്റെ ജീവിതത്തിൽ ഇസഹാക്കിന്റെ ഈ വർക്ക് നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ നടക്കും. ആമേൻ.